ബയേൺ മ്യൂണിക് ഇതിഹാസമായ തോമസ് മുള്ളർ നിലവിലെ സീസണിന്റെ അവസാനത്തോടെ ക്ലബ്ബ് വിടും. ഇതോടെ വമ്പന്മാർക്കൊപ്പം അദ്ദേഹത്തിന്റെ 17 വർഷത്തെ ഐതിഹാസികമായ സീനിയർ കരിയറിന് അവസാനമാകും. പ്രൊഫഷണൽ തലത്തിൽ ബയേണിന്റെ കുപ്പായം മാത്രം അണിഞ്ഞിട്ടുള്ള 35 വയസ്സുകാരനായ ഈ മുന്നേറ്റ നിര താരം അമ്പരപ്പിക്കുന്ന 743 മത്സരങ്ങളിൽ നിന്ന് 247 ഗോളുകൾ നേടി ക്ലബിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ തന്റെ പേര് തങ്കലിപികളിൽ എഴുതി ചേർത്തു. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളിൽ അത്ഭുതപൂർവമായ 12 ബുണ്ടസ് ലീഗ കിരീടങ്ങളും തുടർച്ചയായി 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ഉൾപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ 2025 ജൂൺ വരെ കരാർ ഒപ്പുവച്ചിരുന്നെങ്കിലും ക്ലബും കളിക്കാരും ഈ വേനൽക്കാലത്ത് അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനായി പരസ്പര ധാരണയോടുള്ള തീരുമാനമെന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നിൽ എത്തിച്ചേർന്നു. ഈ തീരുമാനം തുടക്കത്തിൽ തന്റെ താല്പര്യമായിരുന്നില്ലെന്ന് മുള്ളർ സമ്മതിച്ചു. അടുത്ത സീസണിലേക്ക് എന്നെ പുതിയ കരാറിനായി പരിഗണിക്കില്ലെന്ന് ക്ലബ്ബ് ബോധപൂർവം തീരുമാനിച്ചു. മുള്ളർ പ്രസ്താവിച്ചത് ഇങ്ങനെയാണ്: ഇതെന്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലും ക്ലബ്ബ് അതിന്റെ ബോധ്യങ്ങൾ പിന്തുടരുന്നത് പ്രധാനമാണ്. ഈ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. സമീപകാലത്തെ പരസ്യമായ ഊഹാപോഹങ്ങൾ അസ്വീകാര്യമായിരുന്നുവെങ്കിലും എന്നാൽ കരാറിലേക്ക് നയിച്ച സത്യസന്ധമായ ചർച്ചകളെ പ്രശംസിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂറോ 2024 ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ജർമ്മനിക്കായി 131 മത്സരങ്ങൾ കളിച്ച 2014 ലോകകപ്പ് ജേതാവായ മുള്ളർ 2008-2009 ബയേണിന്റെ ആദ്യ ടീമിൽ ഇടം നേടി. അദ്ദേഹം പെട്ടെന്ന് തന്നെ ടീമിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി മാറി. സമീപകാല സീസണുകളിൽ ബെഞ്ചിൽ നിന്നുള്ള ഒരു നിർണായക താരമായി മാറിയപ്പോഴും ഈ സീസണിൽ 5 ഗോളും 5 അസിസ്റ്റുകളും സംഭാവന ചെയ്തു. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ കളിക്കാർക്കും ക്ലബിനും ഒരുപോലെ ശ്രദ്ധേയമായ ഒരു അധ്യായത്തിന്റെ അവസാനം കുറിക്കുന്നതാണ്.